എല്ലാവർക്കും സ്നേഹം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏവർക്കും അറിയുന്ന ശ്രീകൃഷ്ണ ജന്മം എന്നുള്ള കഥ ഞാൻ നൃത്തരൂപത്തിൽ മാറ്റുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ജനിക്കുന്നതിൻ്റെ മുൻപും പിൻപും മാതാപിതാക്കളുടെ മനസ്സുകളിലും പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം ഞാൻ നൃത്തരൂപത്തിൽ വിവരിക്കുകയാണ്. കഥ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചു. ഈ സമയം ചുറ്റുപാടിൽ ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു. എങ്ങനെ പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കൾ പൂക്കുന്നു. മുൻപ് വെള്ളം കുറഞ്ഞ നദികളിൽ ഇപ്പോൾ ധാരാളം വെള്ളം ഉണ്ടാകുന്നു. അച്ഛൻ അമ്മയോട് പറയുന്നു, നീ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. പക്ഷേ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ പറയുന്നു, എനിക്ക് വേർക്കുന്നു, ദാഹമുണ്ട്, ഞാൻ ക്ഷീണിതയാണ്, കുഞ്ഞ് വയറ്റിൽ നിന്ന് എന്നെ ചവിട്ടുന്നു. 2 കുട്ടികളുണ്ടോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. പെട്ടെന്ന് ഈ പ്രസവം ഒന്ന് കഴിയണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് ഭഗവാൻ കൃഷ്ണന്റെ ജന്മമാണ്. മലയാള മാസം 1 നീല നിറത്തിലുള്ള ഭഗവാൻ ജനിക്കുന്നു. ജനങ്ങളുടെ എല്ലാ ദുരിതങ്ങളും പ്രയാസങ്ങളും അകറ്റുവാൻ വേണ്ടി ഭഗവാൻ ജനിക്കുന്നു. ലോക ജനത മുഴുവനും സന്തോഷത്തിലാണ്. മയിലുകൾ നൃത്തം വയ്ക്കുന്നു. അമ്മ കൃഷ്ണനെ നോക്കി പറയുന്നു, എത്ര സുന്ദരമാണ്. പെട്ടെന്ന് കൃഷ്ണൻ തൻ്റെ വിശ്വരൂപമായി മാറുന്നു. അമ്മയെ കാണിക്കുന്നു. സാവധാനം അത് അപ്രത്യക്ഷമാവുന്നു. മകനെ കണ്ട് മാതാപിതാക്കൾക്ക് വാത്സല്യം തോന്നുന്നു. അമ്മ ചോദിക്കുന്നു, എന്നെ പോലെ തന്നെയാണോ കുഞ്ഞിൻ്റെ മുഖം? അതെ എന്ന് അച്ഛൻ മറുപടി പറയുന്നു. അതേസമയം ജയിലിൻ്റെ കാവൽക്കാർ ഉറങ്ങുന്നു. വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടുന്നു. കുട്ടിയെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം എന്ന് അച്ഛൻ പറയുന്നു. അമ്മയോട് കരയരുത് എന്നാവശ്യപ്പെടുന്നു. കുട്ടിയെയും കൂട്ടി ജയിലിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ആ സമയം മഴ പെയ്തപ്പോൾ വാസുകി എന്നുള്ള സർപ്പം കുട്ടിക്ക് സംരക്ഷണം നൽകുന്നു. ഈ കഥ നൃത്തരൂപത്തിലേക്ക് മാറ്റി സന്തോഷപൂർവം നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കുന്നു. നന്ദി.
തെളിഞ്ഞുവല്ലോ. ദേവകിയും പണ്ടേ കാളേറ്റം തെളിഞ്ഞുവല്ലോ. ഇതുമെന്താ 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 എനിക്കിത്ര കനക്കുന്നു. ഇതുമെന്താ എനിക്കിത്ര ചീർക്കുന്നു. ചിങ്ങമാസത്തിൽ പരപക്ഷത്തിൽ അഷ്ടമി രോഹിണി നാളർദ്ധരാത്രിയിങ്കൽ. ചിങ്ങമാസത്തിൽ പരപക്ഷത്തിൽ അഷ്ടമി രോഹിണി നാളർദ്ധരാത്രിയിങ്കൽ. ഭൂമിയിലമ്മാരവതരിച്ചു ഭഗവാനോ 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 ഭൂമിയിലമ്മാരവതരിച്ചു ഭഗവാനോ. നാട്ടിനു നാരായണൻ പോന്നു പിറന്നുവല്ലോ. നാട്ടിനു നാരായണൻ പോന്നു പിറന്നുവല്ലോ. പുത്രന്റെ മുഖത്തു നോക്കി ദേവകി പുത്രന്റെ മുഖത്തു നോക്കി ദേവകി കണ്ണുകളടയാതിരുന്നുവല്ലോ. നാലു തൃക്കൈകളും കാണായി നാലു തൃക്കൈകളും കാണായി ശ്രീവത്സം തിരുമറുക്കും കാണായി. പുത്രമുഖം കണ്ടു വസുദേവർക്കും ദേവകിക്കും പുത്രമുഖം കണ്ടു വസുദേവർക്കും ദേവകിക്കും സുഖം പെരുകയുണ്ടായിട്ടു വന്നുവല്ലോ. സുഖം പെരുകയുണ്ടായിട്ടു
വന്നുവല്ലോ സുഖം പെരുകയുണ്ടായിട്ടു വന്നുവല്ലോ സുഖം പെരുകയുണ്ടായിട്ടു വന്നുവല്ലോ ഓ ഓ It was an extraordinary moment, truly etched with divine grace in my artistic career. I had discovered a breakthrough in overcoming my own limitations in communicating with individuals who experience hearing difficulties. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഇവരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റ് പറ്റിയ പ്രശ്നമാവില്ലേ? Although initially apprehensive about correctly articulating their signs, within the first few moments, it became evident that they not only understood what I was expressing, but also responded with childlike enthusiasm as they saw me in their space weave familiar patterns in the air and give them life. നിങ്ങളുടെ സൈൻ ലാംഗ്വേജും ഉണ്ട്, അത് കുറേ കൂടി ഇങ്ങനെ സ്റ്റൈലൈസ് ചെയ്ത് ചെയ്യണം, ഇമോഷനൊക്കെ വരുത്തി ചെയ്യണം. അപ്പം നിങ്ങൾ ബാക്ക് സ്ട്രെയിറ്റ് ആക്കുക, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, എൽബോ അപ്പ്, In that transformative instant, both my fears and the barriers between us came crumbling down. നിങ്ങൾ Our interaction flowed as if we had engaged in countless conversations before. I articulated their language and they mine, and I found a way to blend both in my art. എനിക്ക് അധികം അപ്പോൾ ബേസിക്കലി ഞാനും നിങ്ങളും ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് പല പല കാര്യങ്ങൾ പേടിക്കാണ്ട് പറയുന്നത് എൻ്റെ സൈൻ ലാംഗ്വേജിൽ കൂടെയാണ്. ഭയങ്കര ലിബറേറ്റിംഗ് ആണ്. സമയം എന്ന് പറയുന്നൊരു സാധനം കൊടുത്ത് ചെയ്യണം.
അപ്പോൾ പല പല സംഭവങ്ങളായി നിന്ന് നമുക്ക് കിട്ടും. ഇമോഷൻസ് കുറേ കൂടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കഥകൾ പെട്ടെന്നല്ലല്ലോ പോകുന്നു, സ്ലോ. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കഥ ഒരുപാട് നമുക്കറിയാം, കേട്ടിട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന്. പക്ഷെ ഇത്രയും ഇമോഷണലി കണക്റ്റായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ലാംഗ്വേജിൻ്റെ സാന്നിധ്യത്തിലാണ് എന്ന് പറയുന്നത്. താങ്ക് യു. മാം ഒരുപാട് കാലമായിട്ട് ഈ ഡാൻസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ടാളും സുഹൃത്തുക്കളാണ്, ചെയ്യാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ലൈവ് പെർഫോമൻസ് കാണുന്നതും അതേപോലെ തന്നെ മാം പറഞ്ഞ കുറേ ഇൻപുട്ടുകളുണ്ടല്ലോ, സമയം, മൂവ്മെൻറ്റിൻ്റെ പൊസിഷനിങ്, അങ്ങനത്തെ പോയിന്റുകളൊക്കെ പുതിയതായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് പറഞ്ഞു തന്നതിന് ഒരുപാട് സ്നേഹം. മാം പറയുന്നത് അവരുടെ ഒരു ചെറുപ്പകാലത്തെ എക്സ്പീരിയൻസ്, ഡാൻസോട് വലിയ ആഭിമുഖ്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അമ്മ പല സ്ഥലങ്ങളിൽ നിന്നുണ്ടായി ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഡാൻസ് പഠിക്കാൻ പോകുന്ന പല സ്ഥലങ്ങളിൽ നിന്നും അധ്യാപകന്മാർ പറയുക സാധാരണ നിലയ്ക്ക് ഈ സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് അതിന് ലിമിറ്റേഷൻ ഉണ്ട്, അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ്. മാമാണിപ്പം പറയുന്നത് ഈ ലാംഗ്വേജും ഡാൻസും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇനി എൻ്റെ കുഞ്ഞുൾപ്പെടെയുള്ള വരുന്ന തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ എല്ലാവരെയും ഈ ഇൻഫർമേഷൻസ് നമുക്ക് എത്തിക്കണം എന്നാണ്. ഒരു ഓഡിയൻസിനോട് ഇപ്പോൾ ഞാൻ സംസാരിച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പക്ഷെ ആ സംസാരം എപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഭാഷയിലാണ്. ഞാൻ കളിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നിങ്ങളുടെ ആയിട്ടുള്ള എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഓരോ സമയത്തും തോന്നുന്ന ഒരു എന്തെങ്കിലും അവരുടെ ആയിട്ടുള്ള വല്ല സൗണ്ട്, സന്തോഷവും സങ്കടമൊക്കെ വരുന്ന സമയത്ത് ഫീലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇന്ന് സ്റ്റോറി കണ്ട സമയത്തിന് എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. എൻ്റെയും കണ്ണ് നിറഞ്ഞു. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കളിച്ചപ്പോൾ എൻ്റെയും കണ്ണ് നിറഞ്ഞു. അവർക്കും ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വൊക്കാബുലറി പെർസ്യൂ ചെയ്യാനൊരു താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ തന്നെ രീതിയിൽ എങ്ങനെ അവരത് അഡാപ്റ്റ് ചെയ്യാൻ. അർദ്ധരാത്രി നമ്മളുടെ ഡാൻസിൽ ഇതാണ് അർത്ഥം. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആസ് ഹാഫ്. അപ്പോൾ അർദ്ധരാത്രി എന്ന് പറയുന്നത് നമ്മൾക്ക് സൂര്യൻ എന്നുള്ള മുദ്ര ഇതാണ്. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. ആ ഉദിച്ച് നിന്ന സൂര്യൻ ഒരു കൈ കൊണ്ട് അത് നമ്മുടെ ഉച്ച നേരമാവുന്നു, പിന്നെ അത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ദിവസം നന്നായി. അതേമാതിരി ഇത് സൺസെറ്റ്. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അർദ്ധ രാത്രിയെങ്കിൽ നാക്കി. സോ ദാറ്റ്സ് ഹൗ. ഭൂമി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഞാൻ As my crew watched us in awe, all those around us embraced the language and appreciated it as an integral part of the artistic creation. ഇങ്ങനെയാണ് നമ്മൾക്ക് എങ്ങനെ മിക്സ് ചെയ്യുക എന്നുള്ളത്. ഹൗ യു ക്രിയേറ്റ് യുവർ ഓൺ ലാംഗ്വേജ് ഇഫ് യു ഡോണ്ട് ഹാവ്. നമ്മുടെ ഡാൻസിൽ താങ്ക് യു എന്നൊന്നുമില്ല. എനിക്കിതൊക്കെ ഇപ്പോൾ ഇവിടുന്നാണ് കിട്ടിയത്. ഡാൻസിലും അത് കുറേ സാധനങ്ങൾ എടുക്കാം. Lines vanished. There were no longer divisions based on one's abilities. Whether one was abled, partially abled, or deaf didn't really matter.